ചല്ലേത് കൊച്ചാ നോക്കി തിരുമ്പോ കണ്ടോ ചിരിക്കുന്നുണ്ടോ? അയ്യോ എന്നെ കുഞ്ഞിതായി പോയോ ഇത്. അവിടെ 2-3 ചക്ക കിടപ്പുണ്ട്. ആ ചക്കക്കിട്ട് നോക്കി വിശേഷം പറച്ചില്ല കേട്ടോ. കഥക് തുറന്നിട്ട് കഴിഞ്ഞാൽ വിശേഷം പറയും. ഒരു 10 പേർക്കെങ്കിലും തിന്നാനുണ്ടെന്ന് ഒരു ചക്ക വെട്ടിയാല്. അപ്പൊ ഞാൻ ചോദിച്ചാ അമ്മയ്ക്ക് ചക്ക തിന്നണോ എന്ന് ചോദിച്ചു. ഇപ്പൊ എനിക്ക് വേണ്ട, ഇവിടെ ഉണ്ടാക്കുമ്പോ എനിക്ക് ഇച്ചിരി വേണമെന്ന്. അപ്പൊ കൊതിയുണ്ട്. അതിനാണ് ഇങ്ങനെ പറയുന്നത്. എവിടെയും തൊടിയിക്കാതെ പറയും എന്നാ എനിക്ക് ഇച്ചിരി ചക്ക തിന്നണമെന്ന് പറയണ്ടേ? അതൊന്നും കഴിയല്ല. ബുദ്ധിമുട്ടല്ലേ? എന്നാത്തിനായാലും ബുദ്ധിമുട്ടണം. ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ പറ്റും എന്റെ എലിക്കുട്ടിയമ്മേ? അതാ നമ്മൾ ഓരോരുത്തർക്കും തോന്നും അങ്ങനെ ചെയ്യുന്നത് അവർക്ക് ബുദ്ധിമുട്ടാണല്ലോ. അവർക്ക് ശരി, അതൊക്കെ വേറെ ജോലി അതൊക്കെ ശരിയാ. ഒരു കൂട്ടമല്ലല്ലോ. അത് ഓരോന്നും നോക്കി നോക്കി എടുത്ത് വരാനുമ്പം സമയങ്ങളങ്ങ പോയി. പക്ഷെ അമ്മയ്ക്ക് എന്നോട് പറയാ ഒരു ചക്ക, എനിക്ക് ഇച്ചിരി ചക്കപ്പുഴുക്ക് തിന്നണമെന്ന്. അപ്പൊ ഉണ്ടാക്കിയതേ പല ജോലികൾ കുഴഞ്ഞു പോവുകയും ചെയ്യും. പറയുന്നതൊക്കെ ശരിയാണ്, തീരെയല്ല. അതുകൊണ്ട് അങ്ങനെ പറയാം. അമ്മയ്ക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് അമ്മ ഇങ്ങനെ പറയണം. എനിക്കും ഉണ്ട്. അതുകൊണ്ട് ഞാനും അങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊന്നും പറയാറില്ല. നിർബന്ധം അത് കൊള്ളിയല്ല. നിർബന്ധം കൊള്ളിയല്ല. നിരാശ, അവരുടെ പ്രയാസമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. പല കാര്യങ്ങൾ നടക്കാനുള്ളവർക്ക് ഇതുപോലെയൊക്കെ സംഭവിക്കുമ്പം നമുക്ക് വിഷമമുണ്ട്. അനുഭവിച്ചിട്ടുള്ളവർക്ക് ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. നമ്മൾക്ക് ആണല്ലോ ഇതൊക്കെ ദോഷം ചെയ്യണമെന്ന് നമ്മൾ മനസ്സുകൊണ്ട് തന്നെ ഓർക്കും. അങ്ങനെയാ പല കാര്യത്തിനും അവിടെ ഓട്ടം വരും. അതാണ് വേറെ വേറെ കാര്യങ്ങൾക്ക് പോകുമ്പോ. എന്നാലും അമ്മയ്ക്ക് ചക്കപ്പുഴുക്ക് തിന്നണം എന്ന് പറയുമ്പോ ഞങ്ങൾ ഒരു ചക്ക ഉണ്ടാക്കി തരികയല്ലേ? അതിന് അങ്ങും തൊടിക്കാതെ ആ പ്ലാവേ ചക്ക കിടപ്പുണ്ട്, മൂത്ത് കിടപ്പുണ്ട്, അവിടെ കിടപ്പുണ്ട്, ഇവിടെ കിടപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് വല്ലതും മനസ്സിലാവോ? ഇപ്പൊ എങ്ങനെയോ എനിക്കൊന്നും തോന്നി ഒന്ന് ചോദിച്ചേക്കാൻ ചക്കപ്പുഴുക്ക് വേണോന്ന്. അപ്പം പറയും വേണമെന്ന്. വേണം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇന്ന് ഉണ്ടാക്കിയേക്കാം. ഇന്നുണ്ടാക്കും കേട്ടോ. എനിക്ക് നിർബന്ധം, അമ്മയ്ക്ക് നിർബന്ധമില്ല, ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് തിന്നണമെന്ന്. ഇച്ചിരി വെള്ളം കൂടെ കുടിച്ചോ. വെള്ളം കൊണ്ടുവരുന്നുണ്ട്. കഞ്ഞിവെള്ളം കൊണ്ടുവരുന്നുണ്ട്. കഞ്ഞിവെള്ളം കൊണ്ടുവരുന്നുണ്ടെന്ന്. കഞ്ഞിവെള്ളം കുടിക്കാൻ വെള്ളം കൊണ്ടുവരുന്നുണ്ടെന്ന്. രാവിലെ പുകയാണല്ലോ. വെള്ളം കൊണ്ടുവരുന്നുണ്ടെന്ന് അവിടെ നിന്ന് കുടിക്കാൻ. അടുക്കളയിൽ നിന്ന്. പിന്നെ വേറെ ഒന്നും അല്ലെന്നേ. അമ്മയ്ക്ക് കൊണ്ടുവരുന്ന കാര്യം പറയല്ലേ. ചെറിയ ചൂടേ ഉള്ള കുടിക്കാൻ പാകമാ. എന്തോ കുടിക്കുന്നില്ല. അയ്യോ കുടിക്കാം. ഉള്ളിൽ പോവാ. അയ്യോ എന്റെ അമ്മ അത് കുടിക്കാൻ പറ്റും. ഗ്ലാസ് മാറ്റിന്നിട്ട് കൊടുക്കാൻ പറഞ്ഞു. അതാ പറഞ്ഞേ. കഞ്ഞിവെള്ളം അല്ലേ? കഞ്ഞിവെള്ളത്തിന് ഒത്തിരി ചൊവ്വതിനകത്തിനാ. കഞ്ഞിവെള്ളം കുടിക്കണം. ഇച്ചിരി കഴിയുമ്പോൾ തരാന്ന് മധുരമുള്ളത്. ഇതേ ഇതിന് ചൂടൊന്നുമില്ല. ഇതിനൊരു ചൂടുമില്ല. അത് കുടിച്ചോ. ഇതിന് ചൂടില്ലെന്നേ. ഇതില്ലെന്നേ. ഇത് ആവശ്യത്തിന് കുടിക്കാൻ ചെറു ചൂടാ. അത്രയും ചൂട് വേണ്ട. ഈ അമ്മേനൊക്കെ തോറ്റ്. കഞ്ഞിവെള്ളം കുടിക്കണ്ടേ? ഇടയ്ക്ക് ഇച്ചിരി കഞ്ഞിവെള്ളമൊക്കെ കുടിക്കും. ഇനിയിപ്പോൾ കഞ്ഞിക്കകത്ത് ഒഴിച്ച് കൊടുത്തോണ്ടാ മതി. കഞ്ഞിയാക്കി തന്നെ കൊടുത്തോണ്ടാ മതി. ചോറായതുകൊണ്ട് കുടിക്കാൻ മടിയാ. കഞ്ഞിവെള്ളമായിട്ട് കഞ്ഞിയായിട്ട് കുടിക്കാൻ മടിയാ. നല്ല കുത്തിരി ആവണം. അതാണ് ഇപ്പൊ പ്രശ്നം വരുന്നത്. പുകയുക. ഇച്ചിരി അല്ലേ അത് കുടിക്കേ. അര ഗ്ലാസ് വെള്ളമല്ല അത് കുടിക്കണം. അതപ്പടി വേണം. അതിനാണ്ട് അര ഗ്ലാസ് വെള്ളം ആവശ്യമില്ലെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? കുടിച്ചിട്ട് പോട്ടെ. വേറെ പണിയുണ്ട്. എന്നെ വിട്. ചെമ്പങ്കളർ ആ എണ്ണയുടെ. അല്ല മോള് കറുത്ത് വരുന്നുണ്ട്. വീണ്ടില്ലേ? മോള് നമ്മുടെ തലമുടി നന്നായിട്ട് കറുത്ത് വരുന്നുണ്ട്. കറുപ്പോ ഇനി മൊത്തം. ശരിക്കും പറയുന്നത് കാര്യമുണ്ടല്ലേ? ഉണ്ടെന്ന് തോന്നുന്നു. നേരത്തെ വെളുത്തിരുന്ന കൂടിയല്ലേ? ഒത്തിരി കറുത്തല്ലേ അത്? നീലിയമ്മരി എണ്ണ വെച്ചാണ് അങ്ങനെ കുളിപ്പിക്കുന്നേ. തല വയ്ക്കുന്നത്. അവിടെ തറപ്പ് കൂടി വരുന്നുണ്ട്. ഫ്രണ്ടിലൊക്കെ കറുപ്പ് കയറി വരുന്നുണ്ട്.
ഒരു കവളും കൂടി ഉള്ളു കുടിക്കാൻ വേണ്ട. കുടിക്കേ. അതങ്ങ് കുടിക്കേ. അധികമായിപ്പോയി. അധികമായിപ്പോയോ? മൂത്രം പോട്ടെ. അധികമായെങ്കിൽ മൂത്രം ഒഴിച്ചു പോക്കോളൂ. വേണ്ട, മൂത്രത്തിൻ്റെ ആവശ്യത്തിന് കളയും. അതിനത്ര മൂത്രം ഒഴിക്കുന്നല്ലേ? വേലിക്കുട്ടി അമ്മയ്ക്ക് ചക്കപ്പുഴുക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ജോമാളുടെ വീട്ടിലെ പ്രായപ്പോൾ ഒരു കുഞ്ഞ് ചക്ക പറിച്ചുകൊണ്ട് വന്ന് അത് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അരിഞ്ഞില്ല, ഒരുക്കി. ആരെങ്കിലും കമന്റ് പറയും ഒരുക്കുക എന്നുള്ളത് മേക്കപ്പ് ചെയ്യല്ലേ? അതെ, മേക്കപ്പ് ചെയ്യുവാണല്ലോ. ഇവിടെ ഞങ്ങൾ ഒരുക്കാന്നാ പറയുന്നത്. അതെ, ഓരോ നാട്ടിലും ഓരോ പറച്ചിലുകൾ. വേലിക്കുട്ടമ്മ കൂടിയോ? ഒരുക്കാൻ കൂടിയോ? ഇല്ല, ഇല്ലേ, വന്നില്ല, കിടക്കുക. ക്ഷീണാന്നു. പിന്നെ ഇച്ചിരി ചൂടൊക്കെ കുറഞ്ഞതിന്റെ ഒരു സുഖമുണ്ടല്ലോ. കിടക്കാനൊരു സുഖമുണ്ട് അതിന്. ചക്ക ഒരുക്കാൻ കൂടിയില്ലേ? ചക്ക ഒരുക്കാൻ കൂടാഞ്ഞേ? ചക്ക ഒരുക്കാൻ കൂടാഞ്ഞ എന്നാന്ന്? ചക്കയോ? ചക്ക ചക്ക ചക്കയോ? ആ, അത് നേരത്തെ ഒരുക്കാൻ തുടങ്ങിയത്. അമ്മയ്ക്ക് ചക്കപ്പുഴുക്ക് തിന്നണമെന്ന് പറഞ്ഞോണ്ട് ഞങ്ങൾ ചക്ക പറിച്ചിട്ട് വന്നേ. ഓ, ഇനിയിപ്പോ നാളത്തേന് പോലെ. ആ, നാളത്തേനെ ഉണ്ടാക്കാനാ. എന്നാ കിടന്നോ? കഞ്ഞി കുടിച്ചല്ലേ? കഞ്ഞി കുടിച്ചതല്ലേ? ഉച്ചക്കത്തെ കഴിച്ചതല്ലേ ഇന്ന്? കഴിച്ചില്ലേന്ന് ഉച്ചക്കത്തെ? ഇല്ലേ? ആന തന്നില്ലേ? ഇല്ലായിരുന്നോ? ആഹാ, അതിനാ പറ്റിപ്പോയി. ആരും ഇല്ലേ? ആ, അതിനാ എലിക്കുട്ടമ്മയ്ക്ക് ഉണ്ടാക്കത്തില്ലേ? എലിക്കുട്ടമ്മയ്ക്ക് ഉണ്ടാക്കത്തില്ലേ? കഷ്ടപ്പാട് ഭയങ്കര. കഴിക്കാതെ കിടന്നാ ക്ഷീണമായി പോയല്ലേ? കഴിക്കാതെ കിടന്നാ ക്ഷീണിച്ചു പോയല്ലേ? എലിക്കുട്ടമ്മ ഇച്ചിരി കഞ്ഞി വെക്കാൻ മേലായിരുന്നോ? എന്നാ ഇച്ചിരി കഞ്ഞി വെക്കാൻ മേലായിരുന്നോ? കഞ്ഞിയാ? ആ, കഞ്ഞിയൊക്കെ വെച്ചിട്ടുണ്ടോ? പിന്നെ കഴിച്ചില്ലെന്ന് പറഞ്ഞേ? കഴിച്ചില്ലെന്ന് പറഞ്ഞേ? ആരും ഉണ്ടാക്കിയില്ലെന്ന് പറഞ്ഞേ? ആ, ഇതൊക്കെ തന്നെ എലിക്കുട്ടിയമ്മ തന്നെ പറഞ്ഞതാ, ഞങ്ങൾ പറഞ്ഞതല്ല. ആ, അതെ, നമ്മുടെ ചെരുപ്പൊക്കെ കൊണ്ടാ വെച്ചിരിക്കുന്നത്. കുത്തിച്ചാരി വെച്ചിരിക്കുകയാണ് എലിക്കുട്ടിയമ്മ അവിടെ. ആര്? അതിന്റെ ഏതിന്റെ? ചെരുപ്പിന്റെയോ? ചെരുപ്പിന്റെ ഉടാക്കാരി എലിക്കുട്ടിയാ. അത് എലിക്കുട്ടിയുടെ ചെരുപ്പല്ലേ? എലിക്കുട്ടി ചെരുപ്പിടുന്നില്ലേ? ചെരുപ്പിടുന്നില്ലേ? വേറെ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. ആ, എലിക്കുട്ടി ചെരുപ്പിടുന്നില്ലെന്നാണോ പറഞ്ഞേ? ചെരുപ്പിടുന്നില്ലെന്നാണോ പറഞ്ഞേ? ആ, ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് നടന്നുകൊണ്ടിരുന്നതാണല്ലോ. ഇപ്പം എല്ലാം മറന്നുപോയി. ജോമോള് കഞ്ഞിയൊന്നും തന്നില്ലല്ലേ? ജോമോള് കഞ്ഞിയൊന്നും തന്നില്ലേ ഉച്ചക്കത്തെ? ഉച്ചക്കത്തെ തന്നില്ലേന്ന്? ഉച്ചക്ക് തന്നില്ലേന്ന്? കഞ്ഞിയല്ല, ചോറായിരിക്കും. ഇല്ലേ? ആണോ? തരവൊന്നും ഇല്ലല്ലേ? ആഹാ, അങ്ങനെ ഞാൻ ചോദിക്കണല്ലോ എലിക്കുട്ടിയമ്മയ്ക്ക് എന്നാ തരാത്തേന്ന്. എല്ലാം കണക്കാണോ? ഒന്നും തരികയല്ലേ? ഒന്നും തരികയല്ലേ? എന്തോ ഇല്ല ബന്ധമില്ല, ഒന്നും തരികയല്ലേ? ആഹാ, അങ്ങനെ നമുക്ക് ചോദിക്കണല്ലോ എന്നാ അത് അറിയില്ലാത്തേന്ന്. ആ, കഞ്ഞി കുടിച്ചില്ല. കഞ്ഞി കുടിച്ചില്ല. കഞ്ഞി കുടിച്ചില്ലെന്ന് ഇവിടെ ആരും ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറയും. ഒന്നും തന്നില്ലെന്ന്. ഞാൻ മാറി കഴിയുമ്പോ എന്റെ കുറ്റം പറയാട്ടോ. നിങ്ങൾ എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഇവിടെ ഉണ്ടാക്കാൻ ആളില്ലെന്നാ പറഞ്ഞു. അടുത്ത് നിൽക്കുമ്പോ എല്ലാം നല്ല സൂപ്പിച്ചൊക്കെ പറയും, മാറി കഴിയുമ്പം എന്നെ പറ്റി മോശം പറയും അല്ലേ? അല്ല, ഇവിടെ ആളില്ലെന്നാ പറഞ്ഞു. ആരെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും? ആളില്ലെന്ന് എലിക്കുട്ടിയമ്മ പറഞ്ഞു. ആണോ എലിക്കുട്ടിയമ്മേ? ഞാനിവിടെ ഉണ്ടെന്ന് അറിയത്തില്ലേ എലിക്കുട്ടിയമ്മയ്ക്ക്? ഞാനിവിടെ ഉണ്ടെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ലേ? പിന്നെ എന്നെ ഇങ്ങനെയൊക്കെ പറയണേ? മീൻ വെട്ടാൻ വരുന്നുണ്ടോ? ഇല്ല. അതിനാ അതൊന്നും പണ്ട് പോലെ ഇഷ്ടമില്ലാത്ത കാര്യാ. ഞാൻ ചുമ്മാ അത് വിളിച്ചതേ ഉള്ളൂ. ഞാൻ മീൻ വെട്ടാൻ പോവാട്ടോ. കഞ്ഞി കുടിച്ചോ? കഞ്ഞി ചോദിച്ചപ്പോഴാ? ആ, അതായിരിക്കും ആരും തരുന്നില്ലെന്നൊക്കെ പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ?
ആ എന്നാ കഞ്ഞി കുടിക്കാത്തെ എലിക്കുട്ടമ്മേ വിശക്കുന്നില്ലേ? എന്താ എട്ടൊക്കെ എണ്ണ വെട്ടായിട്ടെന്ന് ചോദിക്കട്ടെ, ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുന്നില്ലേന്ന് ചോദിച്ചേ. ഇന്നെന്നാ മടുപ്പ്? ഇപ്പം അധികമുണ്ട്, സമയമുണ്ടോ കിടക്കുമോ? കിടക്കാനൊക്കെ സമയമുണ്ട് ഇനി. ഇപ്പം കഞ്ഞി കുടിക്കാൻ പറ്റായിരുന്നോ? അല്ലെങ്കിൽ ചോറ് കഴിക്കേ? കറിയൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്നാ? മീനില്ല. മീനില്ലേ? ആ മീനില്ലാത്തതുകൊണ്ടായിരിക്കും. ആണോ? ആ എന്നാൽ ലൈറ്റ് ഓഫ് ചെയ്തേക്കാം. അപ്പോൾ എലിക്കുട്ടിയമ്മ ഇന്നലെ ചക്കപ്പുഴുക്കൊക്കെ തിന്നണമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ജോമ്മളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്ക രാവിലെ പുഴുങ്ങിയിട്ടുണ്ട്. മത്തിക്കറിയുണ്ട്, മത്തിക്കറി, പുളിശ്ശേരി. ചക്കപ്പുഴുക്കിൻ്റെ കൂടെ പുളിശ്ശേരി വെച്ച് കഴിക്കുന്ന നല്ല രസമാണ്. അത് എലിക്കുട്ടിയമ്മയ്ക്ക് വെച്ചേക്കണോ? അമ്മയ്ക്ക് വെച്ചേക്കണോ? അടുത്ത് കഴിച്ചോ, പോയി കഴുകിയിട്ട് വാ. കൈ കഴിയോ? കൈ കഴിയായിരുന്നോ? ആ ഉണ്ട്, അമ്മ നിന്നുകൊണ്ട് അങ്ങ് പിടിക്കുകയാണ്. അതുകൊണ്ട് നോക്കുന്നത്. അവിടെ ഇരുന്ന് കഴിക്കേ, അവിടെ ഇരുന്ന് കഴിക്കേ. ഞാനും വന്നു, നമുക്ക് രണ്ടാമത് കൂടെ കഴിക്കേണ്ടത്. അമ്മയ്ക്ക് ഇഷ്ടമല്ല ചക്കപ്പുഴുക്ക്. ഇന്നലെ ഭയങ്കര മോഹമൊക്കെ പറഞ്ഞതാ, ചക്കപ്പുഴുക്കിന്റെ മോഹം. അതുകൊണ്ട് ഞാൻ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയത് കേട്ടാ. മുഴുവൻ തിന്നേക്കണം, മോഹിച്ച് പറഞ്ഞേച്ച് തിന്നാതിരുന്നേക്കരുത്. ആ കലക്കര പ്ലാവിലെ ചക്ക നോക്കിക്കൊണ്ടിരുന്നേ. അടുത്ത പറഞ്ഞില്ലേ തിന്നുന്നില്ലേ? ആ ഇച്ചിരി കഴിഞ്ഞേ ഉള്ളൂ, ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും ഇവിടെ ആദ്യം ഭക്ഷണം കഴിക്കുന്നത്. ഇവരൊക്കെ പതുക്കെ കഴിക്കുന്ന ആൾക്കാരാ. ഇവാൻ കോളേജിൽ പോകുന്നുണ്ടെങ്കിൽ സമയത്ത് കഴിക്കും, അല്ലെങ്കിൽ അവിടെ ഏറ്റിട്ട് പോലില്ല, കിടക്കും അവിടെ. നല്ല ചക്കപ്പുഴുക്കാണോ? നല്ല ചക്കപ്പുഴുക്കാണോ? നല്ലതാണോ? ആ പിന്നെ ആ ഇനി ചക്ക നമ്മുടെ ചക്ക ആകട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാ ദിവസവും ചക്ക പുഴുങ്ങിയേക്കാം. നമ്മുടെ ചക്കയൊക്കെ മൂക്കട്ടെ, എന്നിട്ട് എല്ലാ ദിവസവും പുഴുങ്ങിയേക്കാം. മഴക്കാലത്ത് ചൂടല്ലേ, ചക്ക ഇതിന് നല്ലതല്ലേ. വെട്ടി ശരിയാക്കണ്ടേ? ആ പറിക്കാനും പാട് ഉണ്ട്. പിന്നെ താഴെ കുറെ കിടപ്പുണ്ട് ഈ തോണ. തീരെ കുനുകുനയാണ് മുഴുവൻ. ഒത്തിരി ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ ഇത് ചുള കാണിയില്ല, ആ കുഴപ്പം. എലിക്കുട്ടി അമ്മയിട്ട് ചക്കപ്പുഴം കഴിക്കട്ടെ. നമുക്ക് ഇച്ചിരി പരിപാടികളുണ്ടാക്കി ചെയ്തിട്ട് വരാം. പിന്നെ കുഞ്ഞിനെ ഇറക്കാനുണ്ട്. പിന്നെ കുഞ്ഞിന് ചക്കമടലൊക്കെ ഇട്ട് കൊടുത്തിരിക്കുക, അവിടെ നിന്നോണ്ടിരിക്കുക. ആരാ ചോദിച്ചേ? ആരാ ചോദിച്ചേ? ഇവിടെ ഉള്ളവർ ചോദിക്കണോ? എലിക്കുട്ടിയമ്മയ്ക്ക് എല്ലാം അറിയേണ്ടത്. അവിടെ വന്നിരിക്കുന്ന ആരാ, എന്നിട്ട് എന്നോട് വന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞ അങ്ങ് പോയി ചോദിക്കാൻ പറഞ്ഞു. കണ്ടോ ഇങ്ങനെയല്ലേ ഓരോന്ന് പറഞ്ഞ് എന്നെ ഉറപ്പിക്കുന്നതേ. ആരാന്നാ പറഞ്ഞേ? ആരാന്നാ പറഞ്ഞേ? പ്രത്യേക ആരുമല്ലാത്ത ഇവിടെ കയറ്റി വെക്കേണ്ട കാര്യമുണ്ടോ? ഒരു മനുഷ്യനും അങ്ങനെ പല മനുഷ്യന്മാരുണ്ടാവും, അവരെയൊക്കെ ഇങ്ങോട്ട് കയറ്റി വെക്കണം. ചോദിക്കാരോന്ന് അങ്ങോട്ട് ചോദിക്കല്ലേ അറിയണ്ടേ? കണ്ടോ ഇതാണ് അമ്മയുടെ ശരിക്കുള്ള സ്വഭാവം. ഇതാണ് അമ്മയ്ക്ക് എല്ലാം അറിയണം, ചോദിക്കണം, ആരും അല്ലാത്തവരാണെങ്കിൽ ഓടിക്കണം. ഇതെല്ലാം അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അമ്മയായിട്ടൊന്നും പറയില്ല, നമ്മളെ കൊണ്ട് ചെയ്യിക്കും. എങ്ങനെയുണ്ട് ബുദ്ധി? എന്നിട്ട് നല്ല കുറ്റം പറയണല്ലോട്ടോ, നല്ല ഏലിക്കുട്ടിയമ്മയാവും. മിക്കവാറും അടി മൊത്തം കൊള്ളുന്നത് ഞാനായിരിക്കും. ജോമോനെ എന്നെ പറഞ്ഞ മനസ്സിലായോ? അവിടെ ഇവിടെയൊക്കെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇവിടെ കിടക്കാനുള്ളതാന്ന്. നിങ്ങൾ ആണുങ്ങളൊക്കെ ഇങ്ങനെ കയറി വന്ന് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്ക് കിടക്കണ്ടേ? പേടിച്ചിട്ട് കിടക്കാൻ പറ്റുമോ? നമ്മുടെ മുറി പോയി കിടന്നോ? നമ്മുടെ മുറി കിടക്കുന്നതിന് എന്നാ കുഴപ്പം? അമ്മ കിടന്നു, എന്നെ പറഞ്ഞ് ഉത്തരവാദിത്തം ഏൽപ്പിച്ചേക്കുക. നേരം വെളുക്കാറായില്ല, വെളുത്തതേ. നല്ല വെയിലാ ഇപ്പം. ഉച്ചയാകുന്നേ ഉള്ളൂ, ഉച്ച കേട്ടോ, ഉച്ചയാകുന്നേ ഉള്ളൂ. ഉച്ചയാകുന്നേ ഉള്ളൂ. ഫാനൊക്കെ ഇട്ടിട്ടാണല്ലോ പോകുന്നതെന്ന്. ഫാനിനെ കുറ്റം പറഞ്ഞത് ഫാൻ ഇട്ടിട്ട് പോന്നിരിക്കുന്നു. നല്ല വെയിലല്ലേ പുറത്ത്? നോക്കി, നല്ല വെയിലല്ലേ പുറത്ത്?
അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.